ഹലോ. നമ്മുടെ വീട്ടിൽ മുല്ല എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത പൂവ്, നല്ല മണം, അത്രയല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ മുല്ലകളുടെ ലോകം അത്ര സിമ്പിൾ അല്ല കേട്ടോ. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് ബ്യൂട്ടീസ് ഉണ്ട്. പലർക്കും അറിയാത്ത ഒരു ഹിഡൻ വേൾഡാണ് ശരിക്കും മുല്ലകളുടെ വേൾഡ് എന്ന് വെച്ചാൽ. ശരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താ അറിയോ? എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള 5 വ്യത്യസ്ത മുല്ലകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ 5 പ്ലാന്റ് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഗാർഡൻ ഒരു നെക്സ്റ്റ് ലെവൽ ഫീലാകും നൽകുക. അതെ, അപ്പോൾ അതിലെ ആദ്യത്തെ ഇത് അമേരിക്കൻ ജാസ്മിൻ അല്ലെങ്കിൽ പിങ്ക് ജാസ്മിൻ ആണ്. അതെ, ഈ ചെടിയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? ഇത് പൂക്കുന്നതിന് മുമ്പ് ബഡ്സ് എല്ലാം തന്നെ പിങ്ക് കളറായിരിക്കും എന്നുള്ളതാണ്. അതായത് പൂക്കൾ വിരിയുന്നതിന് മുന്നേ തന്നെ ഈ പ്ലാന്റ് ഒരു ബ്യൂട്ടി ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. പിന്നീട് പൂ വിരിയുമ്പോഴുണ്ടല്ലോ ഇത് വൈറ്റായിട്ട് മാറും. ഈ ട്രാൻസ്ഫോർമേഷൻ കാണാൻ തന്നെ ഒരു സ്പെഷ്യൽ ഫീലാണെന്നുള്ളതാണ്. ഇതൊരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ്. അതായത് ഗേറ്റിലോ ബാൽക്കണിയിലോ പർഗോളയിലോ ഒക്കെ വളർത്താൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ മണം ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷേ ഒരു സോഫ്റ്റ് പ്ലസൻറ്റ് ഫ്രാഗ്രൻസ് ഉണ്ട്. എക്സ്പെഷ്യലി ഈവനിങ് ടൈം ഉണ്ടല്ലോ, ഈ പൂവ് കാണുമ്പോൾ ഒരു കാം ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക. അത്രയും ഭംഗിയായിട്ടുള്ള പൂവാണ്, അത്രയും രസമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂക്കളുടെ കൂട്ടത്തിൽ ഒന്നാണിത്. നല്ല രസം. ഇത് പൂക്കൾ വിരിഞ്ഞ് കാണുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം ഇതിൻ്റെ മൊട്ടുകൾ ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്ന കാണാൻ. അതിൻ്റെ ബ്യൂട്ടി ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ചെടിയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ ഒരു ചാരുകസേരയും ബെഞ്ചും ഒക്കെ ഇട്ട് ഇരുന്നാലുണ്ടല്ലോ, എൻ്റെ പൊന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മുല്ലകളുടെയൊക്കെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തേത് വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു ഡിഫറെൻറ്റ് ഫീൽ അല്ലേ? അതെ, വാട്ടർ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താ, വെള്ളത്തിൽ വളരുന്നതാണോ? അല്ല. ഇതൊരു ചെറിയ വൈറ്റ് പൂക്കളുള്ള വെരി നീറ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ചെടിയുടെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ഇത് ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതെ, ബോൺസായി ആയിട്ട് വളർത്താൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതായത് ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയാലുണ്ടല്ലോ, ഒരു മിനി ട്രീ പോലെ ഷേപ്പ് ചെയ്ത് വളർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻഡോർ ഡെക്കറേഷനും ഔട്ട്ഡോർ ഡെക്കറേഷനും ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ക്ഷേത്രമണിമുല്ല എന്നൊരു പേര് ഇതിനുണ്ട്. ശരിക്കും ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ ഒരു കാം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ വൈബാണ് നമുക്ക് കിട്ടുന്നത്. അതിനാലാണ് പല സ്ഥലങ്ങളിലും ടെമ്പിൾ സറൗണ്ടിങ്ങിലും മറ്റും ഈ പ്ലാന്റ് കാണുന്നത്. ശരിക്കും ഈ പേര് കേട്ടാൽ തന്നെ, നിങ്ങൾക്ക് ക്ഷേത്രമണിമുല്ല എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും ഈ പ്ലാന്റിനൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അതെ, ഈ ചെടിയുടെ പൂക്കൾ വളരെ സിമ്പിളാണ്, സ്മോൾ വൈറ്റ് ഫ്ലവേഴ്സാണ്, വളരെ നീറ്റായിട്ട് വിരിയും. സോ അതിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ സിംപ്ലിസിറ്റിയിലാണ്. നമ്മുടെ ബുദ്ധമത വിശ്വാസപ്രകാരം ഈ പൂക്കൾ അമ്പലങ്ങളിലൊക്കെ വെക്കുന്നുണ്ട്. ഈ പ്ലാന്റ് വീട്ടിൽ വെച്ചാലുണ്ടല്ലോ, ഒരു കാം എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നും ഓവർ ഫ്ലഷി അല്ല എന്ന് പറയാം, പക്ഷെ കാണുമ്പോൾ തന്നെ ഒരു ക്ലീൻ പീസ്ഫുൾ ലുക്ക് തരുന്ന ഒരു പ്ലാന്റാണിത്. ലോ മെയിൻ്റനൻസ് ആണ്, അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ്. അടുത്തത് കല്യാണി മുല്ലയാണ്. ഈ പ്ലാന്റിൻ്റെ പേര് കാട്ടാൻ തന്നെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഫീൽ ഉണ്ട് അല്ലേ? അതെ, കല്യാണി മുല്ല നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ പണ്ടേ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ശരിക്കും ഇതിന് പൂക്കൾ നല്ല തിക്ക് പെറ്റൽസ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു റിച്ച് ലുക്കാണ് ഇതിന് കിട്ടുക. മണം അത്ര ഭയങ്കരമായിട്ട് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കിത് വിരിഞ്ഞ് നിൽക്കുന്ന കാണാനുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ശരിക്കും നമ്മുടെ ഗാർഡനിലൊക്കെ നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു പൂവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ശരിക്കും എനിക്ക് കല്യാണി മുല്ല എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂക്കളുടെ കൂട്ടത്തിൽ കാഴ്ചയ്ക്ക് ഭയങ്കര രസമുള്ളൊരു പൂവാണ് ഈ കല്യാണിമുല്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കല്യാണിമുല്ലയെ. ശരിക്കും ഒരു കുറ്റിച്ചെടി പോലെയൊക്കെ വളർന്നുല്ലസിച്ച് നിൽക്കുന്ന കല്യാണിമുല്ലയും നിങ്ങൾക്ക് ഇഷ്ടമായോ? അടുത്തത് മണിമുല്ലയാണ്. അതെ, ശരിക്കും ഇതൊരു ക്ലൈംബർ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി, ഇതിൻ്റെ ആ നെക്സ്റ്റ് ലെവൽ ബ്യൂട്ടി എന്താണെന്ന് അറിയാമോ? ഒരിക്കൽ ഫുള്ളങ്ങ് ബ്ലൂമായാൽ പിന്നെ ഒരു മുഴുവൻ ചെടിയും പൂക്കളാൽ ഇങ്ങനെ കവറായിരിക്കും. വാളിലോ ആച്ചിലോ ഗേറ്റിലോ ഒക്കെ ഇത് വളർത്തിയാലുണ്ടല്ലോ,
ഒരു ഫുൾ വൈറ്റ് ഫ്ലോറൽ കട്ടൻ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാന്റാണ്. എക്സ്പെഷ്യലി ഈവനിങ് ടൈമൊക്കെ ഇത് കാണുമ്പോഴുണ്ടല്ലോ ഒരു മാജിക്കൽ ഫീലാണ് ഇത് നൽകുന്നത്. ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. ഒരുമിച്ച് കൂട്ടായിട്ട് ഇങ്ങനെ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ വല്ലാത്തൊരു സുഗന്ധമാണ്, ഒരു രൂക്ഷമായ സുഗന്ധമാണെന്ന് തന്നെ പറയാം. നിറച്ച് തേനീച്ചകളും വണ്ടുകളും ഒക്കെ വന്നു പോകുന്നതാണ്. പൂപ്പന്തലായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നവർക്ക് അനുയോജ്യമായൊരു പ്ലാന്റാണ്. ശരിക്കും ഇതിൻ്റെ പേര് പുറാന പാനിക്കുലാത്ത എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ മണിമുല്ല എന്ന് വിളിക്കുന്നുണ്ട്, ക്രിസ്മസ് മുല്ല എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശരിക്കും നവംബർ മുതലാണ് ഇതിൻ്റെ പൂക്കാലം. എന്തോരം പൂക്കളാണെന്നറിയോ, കോടിക്കണക്കിന് പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് വിരിയുന്നത് പോലെയാണ് ഇത് വിരിഞ്ഞ് നിൽക്കുക. ഇഷ്ടം പോലെ തേനീച്ചകളും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ തേൻ കുടിക്കാനായിട്ട് വന്ന് മതോന്മത്തന്മാരായി പോകുന്ന ഒരു പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി അടുത്തതാണ് നമ്മുടെ ഓട്ടോർ മോഹിനി. അതെ, ശരിക്കും ഈ പ്ലാന്റിൻ്റെ ലുക്ക് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലോങ് ആയി താഴേക്ക് വീഴുന്ന പോലുള്ളൊരു ഫ്ലവേഴ്സ് അല്ല, ബഞ്ചായിട്ട് ഇങ്ങനെ പിടിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സോട്ടിക് ലുക്കുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് വീട്ടിൽ വെച്ച് ആരും ചോദിക്കാതെ ഇരിക്കില്ല എന്താ സുഗന്ധം എന്നുള്ളത്. അതെ, ഭയങ്കര മണമാണ്. ഒരു റെയർ ഫീലുള്ളൊരു പ്ലാന്റാണിത്. ശരിക്കും മുല്ലപ്പൂക്കളുടെ കളക്ഷൻ ഉള്ളവർ ഈ ഒരു പൂ മിസ്സാക്കരുത്. കാര്യം ഇതിൻ്റെ മണമെന്ന് വെച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു മണമാണ്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനിപ്പോൾ 5 മുല്ലപ്പൂക്കളെ കാണിച്ചു തന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള 5 മുല്ലപ്പൂക്കളെയാണ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുല്ല എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടൈപ്പ് മാത്രമല്ല, ഡിഫറെൻറ്റ് ലുക്ക്, ഡിഫറെൻറ്റ് ഫീൽ, ഡിഫറെൻറ്റ് യൂസ് ഉള്ള പല വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഞാൻ ഇനി അടുത്തുള്ള ഒരു സെഗ്മെൻറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഇവയിൽ എത്ര പ്ലാന്റ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച ഇത്രയും മുല്ലകളിൽ നിങ്ങൾക്ക് ഏത് മുല്ലയാണ് കൂടുതൽ ഇഷ്ടമായത് അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൂടുതൽ റെയർ പ്ലാന്റ്സിനെയും ഫ്ലവറിങ് പ്ലാന്റ്സിനെയും മുല്ലകളെയും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കുറേ പേരുണ്ട് കേട്ടോ. അവരോടാണ് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇത് കണ്ടോ, ഒരു പൂക്കൂട കണക്ക് ഒരു ബൊക്കെ കണക്ക് വിരിയുന്നതാണ് ഓട്ടോർ മോഹിനി എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ ഇതിൽ വിരിയുന്നുണ്ടാവും. ഒരു റോസാപ്പൂ പോലെയാണ് ഓരോ പൂക്കൾ ഇരിക്കുന്നത്. അത്രത്തോളം സുഗന്ധമാണ്. അപ്പോൾ ഓട്ടോർ മോഹിനിയുടെ തൈകളും ഒക്കെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റ് വന്നോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ച മുല്ലപ്പൂക്കളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.